ഹലോ മക്കളെ, വെൽക്കം ടു MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്തൊക്കെയാണ് മക്കളെ, എല്ലാവരും നമ്മുടെ ബയോളജി എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബയോളജിയിലെ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക് സാറ് പെട്ടെന്ന് പറഞ്ഞു തന്നാലോ? ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങളാണ്. ഒന്ന് റീകോമ്പിനന്റ് DNA ടെക്നോളജി അല്ലെ? എന്താണ് RDNA ടെക്നോളജി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്താണ്? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്താണ് ഇത് എന്ന കാര്യം നമുക്കൊന്ന് നോക്കട്ടോ. എന്തെങ്ങനെ പറഞ്ഞാല് ടെക്നോളജി ദാറ്റ് കമ്പൈൻസ് DNA സെഗ്മെന്റ്സ് ഫ്രം 2 or more different organisms to form recombinant DNA. അതായത് 2 അതിൽ അധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA-യുടെ ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് റീകോമ്പിനന്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഒരു ജീവിയുടെയും മറ്റൊരു ജീവിയുടെയും 2 വ്യത്യസ്ത ജീവികളാണല്ലോ, ഇവരുടെ DNA-കളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് കൊണ്ട് റീകോമ്പിനന്റ് DNA-യെ രൂപപ്പെടുത്തുന്ന ടെക്നോളജിയെ, സാങ്കേതിക വിദ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാകും, ടൂൾസുകൾ ഉണ്ടാവുമല്ലോ. ആ ടൂൾസുകൾ ആരൊക്കെ എന്ന കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കത്രികയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കത്രികയാണ് മക്കളെ? നോക്കണം കേട്ടോ. യൂസ്ഡ് ടു കട്ട് എ സ്പെസിഫിക് ജീനുകൾ, അഥവാ ഒരു പ്രത്യേക തരം ജീനിനെ മുറിക്കാൻ, കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കത്രികകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമുകൾ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ജനറ്റിക് സിസേഴ്സ് എന്ന് കൂടെ ഇവർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്താ ജനറ്റിക് സിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജനിതക കത്രിക എന്ന് കൂടെ എന്ത് ചെയ്യാറുണ്ട്? ഇവർ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിച്ചേക്കാം, ആരാണ് ഈ ജനറ്റിക് സിസേഴ്സ് എന്നോ അല്ലെങ്കിൽ ആരാണ് ജനിതക കത്രിക എന്നോ ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞു കൊടുക്കണം എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമുകളാണ് കേട്ടോ. അതേപോലെ തന്നെ 2ാമത്തെ ടൂൾ ഉണ്ട്. 2ാമത്തെ ടൂളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗേസ് എൻസൈം എന്നാണ് നമ്മൾ വിളിക്കട്ടോ. ലിഗേസ് എൻസൈം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഒരു പശയാണ്. എന്തിനാ പശ നമ്മൾ ഉപയോഗിക്കാറുള്ളത്? ഒട്ടിക്കാനാണല്ലോ. അപ്പൊ ഇവിടെ ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പണി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായിരിക്കും പണി? നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത നമ്മുടെ ജീനുകൾ ഉണ്ടല്ലോ, ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് നമ്മുടെ ജീനുകൾ ഉണ്ടല്ലോ, ആ ജീനുകളെ ഒട്ടിക്കാൻ വേണ്ടി, കൂട്ടിച്ചേർക്കാൻ വേണ്ടി സഹായിക്കുന്ന പശകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗേസ് എൻസൈം എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അവർ എന്ത് വിളിക്കാം? ജനറ്റിക് ഗ്ലൂ എന്ന് വിളിക്കാം. നേരത്തെ കത്രികയെ നമ്മൾ ജനറ്റിക് സിസേഴ്സ് എന്ന് വിളിച്ചതുപോലെ ഈ പശയെ നമുക്ക് എന്ത് വിളിക്കാം? ജനറ്റിക് ഗ്ലൂ എന്ന് വിളിക്കാം, അഥവാ ജനിതക പശ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ വിളിക്കാം കേട്ടോ. അപ്പൊ 2 വീതം പേരുകൾ ഈ 2 ആളുകളുടേതും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ചോദിക്കുന്ന ഭാഗമാണ്. അതേപോലെ തന്നെ 3ാമത്തെ ആളുണ്ട് കേട്ടോ. 3ാമത്തെ ആളെ വിളിച്ച പേരാണ് വെക്ടേഴ്സ് അഥവാ വാഹകർ എന്നാണ് നമ്മൾ ഇവരെ വിളിക്കട്ടോ. വെക്ടേഴ്സ് എന്ന് പറയുന്നവരാണ് 3ാമത്തെ ആള്. ആരാണ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാല്? they carry gene from one cell to another cell. അതായത് ഒരു കോശത്തിൽ നിന്നും ജീനുകളെ മറ്റൊരു കോശത്തിലോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അത്തരം വെക്ടറുകൾക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പേരാണ് എന്ത്? പ്ലാസ്മിഡ് വെക്ടറുകൾ. പ്ലാസ്മിഡ് വെക്ടറുകൾ എന്താണ്? ഒരു ജീവിയിൽ നിന്നും ജീനിനെ മറ്റൊരു ജീവിയിലോട്ടേക്ക് എത്തിക്കാനും വേണ്ടി സഹായിക്കുന്ന ആരാണ്? വെക്ടറുകളാണ്, വാഹകരാണ്. അതേപോലെ ചില വൈറസുകൾ, ഇവർ 2 പേരും എന്തിന് എക്സാമ്പിൾ ആണ്? വെക്ടറുകൾക്ക് എക്സാമ്പിൾ ആണ് എന്ന കാര്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി 3ാമത്തെ ടൂൾ ആരാ നോക്കണേ? ഹോസ്റ്റ് സെല്ലാണ് കേട്ടോ. ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആതിഥേയ കോശം എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കട്ടോ. അതായത് ഈ പറഞ്ഞിട്ടുള്ള സെല്ലിന്റെ പണി എന്താണെന്നറിയോ? എ സെല്ല് ഇൻടു വിച്ച് ദ റീകോമ്പിനന്റ് DNA ഈസ് ഇൻസേർട്ടഡ്. RDNA അഥവാ റീകോമ്പിനന്റ് DNA ഉണ്ടല്ലോ, ഈ DNA എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന
കോശങ്ങൾ ഉണ്ടാവുമല്ലോ, എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്ന കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോസ്റ്റ് സെല്ലുകൾ അഥവാ ആതിഥേയ കോശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കട്ടോ. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള 4 ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? RDNA ടെക്നോളജി അഥവാ റീകോമ്പിനന്റ് DNA ടെക്നോളജി നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ ടൂൾസുകളെ കുറിച്ചല്ല മക്കളെ പറഞ്ഞേ, ഇനി പണി എങ്ങനെ നടക്കുക എന്നുള്ള കാര്യം കൂടെ പഠിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞു തരട്ടോ, അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ കാണിച്ചിരിക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താന്ന് വായിച്ചു നോക്കട്ടോ. അതായത് മനുഷ്യന്റെ ബോഡിയിൽ നിന്നും നമുക്ക് വേണ്ട സ്വഭാവം കാണിക്കുന്ന ജീനുകളെ എന്ത് ചെയ്യുക? നമ്മൾ മുറിച്ചെടുക്കുക. ഇപ്പൊ നോക്കട്ടോ, ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ഇതാ ഈ റെഡ് നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തെ ജീനുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ആ ഭാഗത്തുള്ള ജീനിനെ മാത്രം നമ്മൾ കത്രിക ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിനെ മുറിച്ചെടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ ഈ കാണിച്ചിരിക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താ ചെയ്ത് നോക്കട്ടോ. പ്ലാസ്മിഡിനെ മുറിക്കുന്നു, നിശ്ചിത ഭാഗം നീക്കം ചെയ്യുന്നു. പ്ലാസ്മിഡ് ആരാണ്? വെക്ടർ ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ലേ? ആ വെക്ടറിന്റെ ചെറിയ ഒരു ഭാഗം മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ മാറ്റി. എന്നിട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കട്ടോ. ആ മുറിച്ച ഭാഗത്തോട്ടേക്ക്, പ്ലാസ്മിഡിന്റെ മുറിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ മുറിച്ചെടുത്ത ഭാഗത്തോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ മനുഷ്യരിൽ നിന്നും മുറിച്ചെടുത്തിട്ടുള്ള ആ ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടിയോജിപ്പിച്ചു. മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ പ്ലാസ്മിഡിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. നാലാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കട്ടോ. എന്നിട്ടോ ആ മനുഷ്യ ജീൻ ഉൾച്ചേർത്തിട്ടുള്ള പ്ലാസ്മിഡിനെ ആതിഥേയ കോശത്തിലോട്ടേക്ക് എന്ത് ചെയ്തു? പ്രവേശിപ്പിച്ചു. അതായത് മനുഷ്യന്റെ ജീനുകൾ കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചു വെച്ച നമ്മുടെ ആ പ്ലാസ്മിഡ് ഉണ്ടല്ലോ, ആ പ്ലാസ്മിഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഹോസ്റ്റ് സെല്ലിലോട്ടേക്ക് കൊണ്ടുപോയി വെച്ചു. അതിനെ വളരാൻ അനുവദിച്ചു. നമുക്ക് വേണ്ട സ്വഭാവം കാണിക്കുന്ന ജീനുകളെ നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം അവിടെ ഉൽപ്പാദിപ്പിച്ചെടുത്തു. ഇതാണ് RDNA ടെക്നോളജിയുടെ സ്റ്റെപ്പുകൾ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? മനുഷ്യ ബോഡിയിൽ നിന്നും വേണ്ട ജീനുകളെ മുറിച്ചെടുക്കുക. രണ്ടാമത്തെ എന്താ? പ്ലാസ്മിഡിന്റെ ചെറിയൊരു ഭാഗം മുറിച്ചു മാറ്റുക. മൂന്നാമത്തെ എന്താ? ആ മുറിച്ചു മാറ്റിയ ഭാഗത്തോട്ടേക്ക് മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ കൂട്ടിയോജിപ്പിക്കുക. നാലാമത്തത് എന്താ? അതിനെ ആതിഥേയ കോശം അഥവാ ഹോസ്റ്റ് സെല്ലിലോട്ടേക്ക് പറഞ്ഞയച്ചിട്ട് അതിനെ വളരാൻ അനുവദിക്കുക. സ്റ്റെപ്പുകൾ ഒന്ന് നോക്കണം കേട്ടോ. കട്ട് ദ ഡിസൈറബിൾ ജീൻ, നമുക്ക് വേണ്ട സ്വഭാവം കാണിക്കുന്ന ജീനുകൾ ഏതാണോ അതിനെ മുറിച്ചെടുത്തു. കട്ട് ദ പ്ലാസ്മിഡ് ആൻഡ് റിമൂവ് എ സ്പെസിഫിക് പാർട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലാസ്മിഡിനെ കട്ട് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് പാർട്ടിനെ എന്ത് ചെയ്തു? അവിടെ നമ്മൾ റിമൂവ് ചെയ്തു. ദ കട്ട് ഹ്യൂമൻ ജീൻ ഈസ് ലിഗേറ്റഡ് ടു ദി പ്ലാസ്മിഡ്. എന്നിട്ടോ ആ പ്ലാസ്മിഡിലോട്ടേക്ക് മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? ലിഗേറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? ഒട്ടിക്കാണല്ലോ, ലിഗേസ് ആണല്ലോ എൻസൈം. അപ്പൊ എന്ത് ചെയ്തു? ആ ഭാഗത്തോട്ടേക്ക് നമ്മൾ ഒട്ടിച്ചു വെച്ചു. ദ പ്ലാസ്മിഡ് വിത്ത് ഇൻകോർപ്പറേറ്റഡ് ഹ്യൂമൻ ജീൻ ഈസ് ഇൻസർട്ടഡ് ഇൻടു ദി ഹോസ്റ്റ് സെൽ. എന്നിട്ടോ ആ ഹ്യൂമൻ ജീൻ അടങ്ങിയിട്ടുള്ള നമ്മുടെ പ്ലാസ്മിഡിനെ ഹോസ്റ്റ് സെല്ലിലോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെന്ത് ചെയ്തു? വളരാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു. നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്തു? ഉണ്ടാക്കിയെടുത്തു. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? RDNA ടെക്നോളജി അഥവാ റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രോസസ് എന്താന്ന് പഠിക്കട്ടോ. ഇവിടെ പഠിക്കേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കുക, ശ്രദ്ധിച്ചു കേൾക്കണം. രണ്ടാമത്തെ ടെക്നോളജിയാണ് കേട്ടോ. ഏതാണ്? ക്രിസ്പർ ടെക്നോളജിയാണ്. ക്രിസ്പർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാന്നറിയോ? ജീൻ എഡിറ്റിംഗ്. ജീനിനെ എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ക്രിസ്പർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ജീനുകൾക്ക് എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ജീനിനെ നമ്മൾ മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ പുതിയ ജീനുകളെ ഇൻസേർട്ട് ചെയ്യുന്ന പരിപാടിയെ വിളിച്ച പേരാണ് എന്ത്? ക്രിസ്പർ ടെക്നോളജി. അതിന് ഉപയോഗിക്കുന്ന 2 ടൂൾസുകൾ ഉണ്ട് മക്കളെ, 2 ഉപകരണങ്ങൾ ഉണ്ട്. ആരൊക്കെയെന്നറിയോ? ഒന്നാമത്തെ ആളെ നമുക്ക് എന്ത് വിളിക്കാം? Cas9 എൻസൈം എന്ന് വിളിക്കാം. രണ്ടാമത്തെ ആളെ നമുക്ക് എന്ത് വിളിക്കാം? gRNA എന്ന് വിളിക്കാം. ഇതിലെ Cas9 എൻസൈം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒരു കത്രികയാണ്. ആര്? Cas9 എൻസൈം എന്ന് പറഞ്ഞാല്. അതായത് ആ തകരാറുള്ള ജീൻ ഏതാ നോക്കിയിട്ട് അതിനെ അവിടുന്ന് മുറിച്ചു മാറ്റണല്ലോ. മുറിച്ചു മാറ്റണമെങ്കിൽ നമുക്കൊരു കത്രിക വേണ്ടേ? അതിന് ഉപയോഗിക്കുന്ന കത്രികയുടെ പേരാണ് എന്ത് മക്കളെ? Cas9 എൻസൈം. ഇനി മുറിച്ചു മാറ്റേണ്ട ജീനുകൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ? ലക്ഷക്കണക്കിന് ജീനുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ ഏത് ജീനിനെയാണ് മുറിച്ചു മാറ്റേണ്ടത് എന്ന കാര്യം നമ്മൾ അറിയണ്ടേ? അപ്പോ നമുക്ക് മുറിച്ചു മാറ്റേണ്ട ജീനിനെ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഏതാണെന്ന് മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആള് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? gRNA. ജി എന്ന് വെച്ചാൽ ഗൈഡ് എന്നാണ് അർത്ഥം. നമ്മളിപ്പോ എന്തൊരു ട്രക്കിങ്ങിനോ കാര്യങ്ങൾക്കോ പോവുകയാണെങ്കിൽ നമ്മൾ ഏത് വഴികളിലൂടെ സഞ്ചരിക്കണം, ഏത് വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മളെ കൃത്യം ലക്ഷ്യസ്ഥാനത്തോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓരോ ഗൈഡുകൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ലക്ഷക്കണക്കിന് വരുന്ന ജീനുകളിൽ ഏത് ജീനുകളെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി
കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന RNA-കളെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഗൈഡ് RNA അഥവാ gRNA. മൂപ്പരെ പണി ചോദിക്കുകയാണെങ്കിൽ പറയേണ്ടത് എന്താണെന്നറിയോ? RNA that identify the DNA segment to be cut. മുറിക്കേണ്ട DNA സെഗ്മെന്റുകൾ ഏതാണോ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളെ വിളിച്ച പേരാണ് എന്ത്? ഗൈഡ് RNA. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെ നോക്കുക? സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പുകളാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ലക്ഷ്യഭാഗം തിരിച്ചറിയുക. അതായത് ഗൈഡ് RNA കൃത്യമായിട്ട് മുറിക്കേണ്ട DNA-യുടെ ഭാഗം ഏതാണെന്ന് നമുക്ക് കണ്ടെത്തി തരും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? മുറിക്കലാണ്, കട്ടിംഗ് ആണ്. എന്താ സംഭവം? ഗൈഡ് RNA കണ്ടെത്തിയ DNA-യുടെ ഭാഗത്തെ Cas9 എൻസൈം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മുറിക്കുന്നു. Cas9 ആരാ മക്കളെ? മുറിക്കേണ്ട കത്രികയല്ലേ? അപ്പൊ Cas9 എൻസൈം ഉപയോഗിച്ച് നമ്മൾ മുറിക്കുന്നു. മൂന്നാമത്തെ എന്താണെന്നറിയോ? എഡിറ്റിംഗ് ആണ് കേട്ടോ. എഡിറ്റിംഗ് എന്താ പറയുന്നത്? ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ DNA-യിലെ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം എഡിറ്റ് ചെയ്യുന്നു. അതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കാനോ പുതിയ ഗുണം ചേർക്കാനോ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. ആ എഡിറ്റിംഗ് പരിപാടിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കംപ്ലീറ്റ് ആയി? ക്രിസ്പർ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അവിടെ എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 ടോപ്പിക്കുകൾ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് എക്സാം ഹാളിലോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഇന്നത്തെ ലൈവ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ലൈവ് സെക്ഷനിൽ ചർച്ച ചെയ്യാം. അപ്പൊ അതുവരെ താങ്ക് യു.